വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പട്ടികജാതി നഗറുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, പദ്ധതി വിഹിതം വകമാറ്റാതെ സങ്കേതങ്ങളിൽ വികസനത്തിനായി ചെലവഴിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ മാവൂർ പോലീസ് മാർച്ച് തടഞ്ഞു. ഏരിയ സെക്രട്ടറി ടി.K. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ പട്ടികജാതി നഗരങ്ങളും സങ്കേതങ്ങളുമുള്ള ഒരു പഞ്ചായത്താണ് മാവൂർ ഗ്രാമപഞ്ചായത്ത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് ഭരിച്ച ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് ഇന്ന് ഈ വിഭാഗത്തോട് UDF-ന്റെ ഭരണസമിതിയുടെ സമീപനം നമ്മൾ പരിശോധിക്കണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാത്ത വിധം ലാപ്സായി പോകുന്ന ഒരു പഞ്ചായത്തായി മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം മാറി എന്നുള്ളതാണ്. നിരവധിയായ ഘട്ടങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലേക്ക് സമരം ചെയ്തുകൊണ്ട് ഇത് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇതുമാത്രമല്ല, പട്ടികജാതി വിഭാഗങ്ങൾക്കിടെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും അവരുടെ തൊഴിൽപരവുമായ സാംസ്കാരികപരവുമായ നിരവധി പ്രശ്നങ്ങൾ പട്ടികജാതി സങ്കേതങ്ങളിൽ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കെടികാര്യസ്ഥയുടെ ഭാഗമായി ഈ വിഭാഗങ്ങളെ പൂർണ്ണമായും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്ന സമീപനമാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം N. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP ചന്ദ്രൻ, സീന അടുവാട്, AP മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MP പ്രഭാകരൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം N. ഉണ്ണിരാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകി.